വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോൽ. പാതാളത്തിൻ്റെ താക്കോൽ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലുണ്ട്. ആ പാതാളം പൂട്ടാനും തുറക്കാനും താക്കോലുണ്ട്. വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ ഒരു ഉഗ്ര സർപ്പത്തെ, സാത്താനെന്നും പിശാചുമായ പുരാതന സർപ്പത്തെ, ആദിമാതാപിതാക്കളെ വഞ്ചിച്ച ആ പുരാതന സർപ്പത്തെ പിടിച്ച് ബന്ധിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി. എന്നിട്ടോ അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിൽ അടച്ച് മുദ്ര വെച്ചു. പാതാളത്തിലേക്ക് എറിഞ്ഞു ഈ പുരാതന സർപ്പത്തെ, എന്നിട്ട് അടച്ച് മുദ്ര വെച്ചുവെന്ന് വചനം പറയുന്നു. ഇവിടെ നമ്മൾ വചനത്തിൽ കണ്ടു, പാതാളവുമായി ഞങ്ങൾക്കൊരു കരാറുണ്ട്. പാതാളവുമായിട്ട്, സാത്താനുമായിട്ട്, സർപ്പവുമായിട്ട് ഒരു കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല് അടിസ്ഥാനമായി ഇടുന്നു. വിലയുറ്റ മൂലക്കല്ല് ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിത്തനാകില്ല. ഈ മൂലക്കല്ല് ക്രിസ്തുവാണ്. അടിസ്ഥാന മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഈ ലോകത്തിൽ ഒരു പിശാചിനോ ഒരു തിന്മയുടെ ശക്തിക്കോ സാധ്യമല്ല. ഒരു തിന്മയ്ക്കും ദൈവത്തിൻ്റെ മക്കളെ തൊടുവാനോ തകർക്കാനോ സാധ്യമല്ല. കാരണം യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ പൂർണ്ണമായിട്ട് പിശാചിനെ, സർപ്പത്തെ തകർത്തു കഴിഞ്ഞു. സർപ്പത്തെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. കുരിശുമരണത്തിലൂടെ എല്ലാറ്റിൻ്റെ മേൽ യേശു വിജയം നേടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. യോഹന്നാൻ 1 യോഹന്നാൻ 4:4. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശു എല്ലാറ്റിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. അവൻ വലിയവനാണ്. അവൻ്റെ നാമത്തിൻ്റെ മുൻപിൽ എല്ലാവരും മുട്ടുകൾ മടക്കും. ഹല്ലേലൂയ. കാലം മാറി, ലോകം ഒത്തിരിയേറെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും സ്വയംഭോഗവും സ്വർഗഭോഗവും മ്ലേച്ഛപാപങ്ങളും സാത്താൻ ആരാധനകളും തിന്മയുമെല്ലാം ഇന്ന് ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക. സാത്താനെ വർഷിപ്പ് ചെയ്യുന്നവർ, സാത്താനെ ആരാധിക്കുന്നവർ, സാത്താന് വേണ്ടി ജീവിതം കൊടുക്കുന്ന അനേക കൾട്ടുകൾ, അനേക പ്രസ്ഥാനങ്ങൾ ലോകത്തിലെമ്പാടുമുണ്ട്. സാത്താന് സ്തുതി കീർത്തനങ്ങൾ പാടുന്ന വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങൾ ഇത് തിരിച്ചറിയണം. കാലഘട്ടത്തിൻ്റെ മാറ്റം, തിന്മയെ പെരുകുന്നത് ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാവണം, കൂടുതൽ ഉപവസിക്കുന്നവരാകണം. ലോകത്തിൽ പെരുകുന്ന തിന്മയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം. നമ്മുടെ മക്കൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സാത്താൻ ആരാധനയിലേക്കോ തിന്മയിലേക്കോ പോകുവാനായിട്ട് പാടില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ സാത്താൻ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ. ധ്യാനത്തിൻ്റെ 2-ാം ദിവസം എന്നെ കാണാൻ വന്നു. അവൻ പറയുന്നു, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. അതായത് ഭക്ഷണം എടുത്ത് മുൻപിൽ വെച്ചാൽ അതിന് ഈ ചീഞ്ഞ ശവത്തിൻ്റെ മണമാണ്, വെള്ളം കുടിക്കാൻ തുടങ്ങിയ ശവത്തിൻ്റെ മണമാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പറ്റുന്നില്ല. ഞാനിവനോട് സംസാരിച്ചു. അവൻ സാത്താൻ ആരാധനയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പാപത്തിൽ ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ആ മകൻ്റെ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ്റെ നെറ്റിൽ കുരിശടയാളമിട്ടിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എടുത്തടിക്കുന്ന പോലെ അലറിക്കൊണ്ട് നിലംപതിച്ചു. കുറേ ബഹളം വെച്ചു. കുറേ കഴിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കുറേ സമയം എടുത്തു. ആ വ്യക്തി ശാന്തനായി. അവൻ പറയുന്നു, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ വിട്ടുപോയി. അവൻ സ്വതന്ത്രനായി. തുടർന്ന് അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അവൻ പറയുന്നു, ഇപ്പോൾ ശവത്തിൻ്റെ ചീഞ്ഞ ദുർഗന്ധമില്ല.
ആ ധ്യാനത്തിലൂടെ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു. 2 തവണ നമ്മുടെ ധ്യാനം ആ ചെറുപ്പക്കാരൻ പങ്കെടുത്തു. പൈശാചിക ആരാധനയുടെ പിന്നാലെ യുവതിവാക്കന്മാർ കടന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. അതുപോലെ സാത്താനെ വിളിച്ചു കയറ്റാൻ പാടില്ല. പല ഹോസ്റ്റലുകളിലൊക്കെ ഓജോമോഡ് എന്നൊരു തിന്മ നടക്കുന്നുണ്ട്. ഓജോമോഡ് വെച്ച് പിശാചിനെ വിളിക്കുക. ഒരിക്കലും പിശാചിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു കയറ്റരുത്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റരുത്. ഇത് വലിയ അപകടമാണ്. സാത്താൻ ആരാധനയിൽ നിന്ന് ഓടി അകലുക. പിശാചിൻ്റെ ആധിപത്യത്തെ തകർക്കുവാൻ യേശുവെന്ന നാമം മതി. നീ യേശുവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് പറഞ്ഞാൽ മതി. അതിശക്തമായ ദൈവിക സംരക്ഷണം നമുക്ക് കിട്ടും. പരിശുദ്ധ മറിയത്തിൻ്റെ നാമം പറഞ്ഞാൽ മതി, പിശാച് വിട്ടുപോകും. നീ നന്മ നിറഞ്ഞു മറിയവേ എന്ന പ്രാർത്ഥനയിൽ സാത്താൻ അലറിക്കൊണ്ട് വിട്ടുപോകും. വിശുദ്ധ മിഖായേലിൻ്റെ പ്രാർത്ഥന നീലിക്കെ അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മളെ തൊടത്തില്ല. നമ്മൾ വളരെ വളരെ ജാഗ്രതയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ലോകമെമ്പാടും പ്രത്യേകം കൾട്ടുകൾ സാത്താനെ മഹത്വപ്പെടുത്തുന്ന, അവനെ ആരാധിക്കുന്ന ഒക്കെ കാര്യങ്ങൾ ഒത്തിരി ഇന്ന് മീഡിയയിൽ സിനിമകളൊക്കെ ഉണ്ട്. ചില സിനിമകളൊക്കെ ആണെങ്കിൽ മദ്യപാനവും വ്യഭിചാരവും കൂത്താടുന്ന രംഗങ്ങളും സാത്താന് വർഷിപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ പൈശാചിക മേഖല ഇന്ന് ധാരാളമായിട്ടുണ്ട്. നമ്മുടെ യുവതിവാക്കന്മാർ ഇതിൻ്റെ പിന്നാലെ ആകർഷിച്ച് പോകരുത്. ഇങ്ങനെയുള്ള സിനിമകൾ കാണാതിരിക്കുന്നത്, മീഡിയയിൽ ഇത് കാണാതിരിക്കുന്നത്, ഫോളോ ചെയ്യാതിരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഈയിടെ ഒരു ഫാമിലി ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ കുഞ്ഞ് പറയുന്നത് ഇതാണ്: ഞാൻ പിശാചാണ്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി ജനിച്ചവനാണെന്നാണ് ഒരു 8 വയസ്സുള്ള കുഞ്ഞ് പറയുന്നത്. ഈ കുഞ്ഞെങ്ങനെ ഇത് പറയുന്നത്? അവർ പറയുന്നു ഈ കുഞ്ഞ് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ മൊബൈൽ കാണും, അവന് തന്നെ മൊബൈലെല്ലാം നോക്കാനും ചെയ്യാനും അറിയാം. അങ്ങനെ സാത്താൻ വർഷിപ്പിൻ്റെ ആ ഓരോന്നൊക്കെ കണ്ട് അവന് വേറൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു കുഞ്ഞാണ്. ഇതുപോലെ മുതിർന്ന യുവാക്കന്മാർ, യുവതികൾ ശരിക്കും പൈശാചിക ബന്ധനത്തിലും ആസക്തികൾക്കും അടിമകളായവർ ധാരാളമുണ്ട്. വളരെ ജാഗ്രത നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സാത്താനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആരാധനയോ സാത്താൻ്റെ വർഷിപ്പിലോ ഒരിക്കലും നമ്മുടെ കുട്ടികൾ, നമ്മളാരും തന്നെ ഉൾപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് 1 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം. സോളമൻ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. സോളമൻ്റെ കാലത്ത് അനേകം വിദേശ വനിതകളെ സോളമൻ പ്രേമിച്ചു. ബർവോയുടെ മകളെ മൊവാബിയർ, അമോന്യർ, എദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യ വംശത്തിൽപ്പെട്ട സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അവരുടെ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. ഇവിടെ പറയുകയാണ്, സോളമൻ സിദോസ്ത്യരുടെ ദേവിയായ അസ്താർത്തേയും മിൽക്കോമിനെയും ആരാധിച്ചു. സത്യദൈവത്തെ ആരാധിച്ചിരുന്ന സോളമൻ അന്യജനതയെ വിവാഹം കഴിച്ചിട്ട് അവരുടെ ദൈവത്തിന് ബലിപീഠമുണ്ടാക്കി അവരെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സോളമൻ എന്ന ജ്ഞാനിയായ, സോളമനെ പോലെ ജ്ഞാനി ആരുമില്ലെന്നാണ് പറഞ്ഞത്, ജ്ഞാനിയായ വിവേകിയായ സോളമന് തെറ്റുപറ്റുകയാ. തൻ്റെ പിതാവിനെ പോലെ വിശ്വസ്തനായി അവൻ യേശുവിനെ ദൈവത്തെ അനുഗമിച്ചില്ല. അവൻ ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബിയരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമോരിയുടെ മ്ലേച്ഛ വിഗ്രഹമായ മോളേക്കിനും പൂജാരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ വിജാതി ഭാര്യമാർക്കു വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. നോക്കൂ, എത്ര വലിയൊരു തെറ്റിലേക്കാ ജ്ഞാനിയായ സോളമൻ പോകുന്നത്. വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിച്ചു, അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി ആലയങ്ങൾ നിർമ്മിച്ചു. എന്നിട്ടോ സോളമൻ ആ ദൈവങ്ങളെ ആരാധിച്ചു. ആ ദൈവങ്ങൾ പിശാചുക്കളാ. സത്യദൈവത്തെ മറന്നുകൊണ്ട്
അന്യ സ്ത്രീകളുടെ സ്വാധീനത്തിൽ, വിജാതീയ സ്ത്രീകളുടെ സ്വാധീനത്തിൽപ്പെട്ട് വിജാതീയ ദൈവങ്ങളെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് സോളമൻ മാറിയെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അതേ അധ്യായത്തിൽ അവസാന ഭാഗത്തും വായിക്കുന്നു, സോളമൻ മരിച്ചു. അതിനുശേഷം സോളമൻ ഭരിച്ച ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. ഇസ്രായേലും യൂദയായിട്ട് മാറി. അങ്ങനെ മൊത്തത്തിൽ പിന്നീട് ഇസ്രായേലിൻ്റെ വൻ തകർച്ചയാണ് നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. പഴയ നിയമത്തിലുടനീളം തകർച്ചയ്ക്ക് പ്രധാന കാരണം അന്യദൈവ ആരാധനയും സാത്താൻ ആരാധന. അന്യദൈവം എന്ന് പറഞ്ഞാൽ സാത്താന് തന്നെ ആരാധന കൊടുത്തു. രാജാക്കന്മാർക്കും ജനത്തിനും തെറ്റുപറ്റി. ഇന്നും ആ തെറ്റ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് ദൈവജനം അവനെ ആരാധിക്കണം. ഏതു വിധത്തിലും ആരാധന തട്ടിയെടുക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജനം ജാഗ്രത ഉള്ളവരായിരിക്കുക. സാത്താൻ ആരാധനയിലേക്കോ കൾട്ടുകളിലേക്കോ ഒന്നും പോകാതെ നമ്മൾ ഇതൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ഒന്നിൻ്റെ പിന്നാലെ നമ്മൾ പോകരുത്. യേശുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവൻ്റെ നാമത്തിനു മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തവർക്ക് ഒരു അത്ഭുത വിടുതൽ കൊടുക്കണമേ. മനസ്സിൻ്റെ മേൽ, ശരീരത്തിനു മേൽ, ആത്മാവിൻ്റെ മേൽ, ചിന്താമണ്ഡലത്തിനു മേൽ സാത്താണ്ടിരിക്കുന്ന സകല ചലനങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജനം സാത്താന്യ ശക്തികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങളെ പുതിയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.